യെരൂശലേമിൽ ശിമിയോൻ എന്ന് പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. അദ്ദേഹം എന്തിനു വേണ്ടി കാത്തിരിക്കുന്നവനായിരുന്നു? ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി, ഇങ്ങനെ മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇന്ന് നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നത്? കർത്താവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി കാത്തിരിക്കുക, പ്രത്യാശയോടുകൂടി കാത്തിരിക്കുക. ഈ ശിമയോൻ 2000 വർഷങ്ങൾക്ക് മുൻപ് എന്തിനു വേണ്ടി കാത്തിരുന്നത്? ഞങ്ങളുടെ അഭിഷിക്തനായ മശിഹ ഈ ലോകത്തിൽ വരും, അവനെ കാണുന്നതുവരെ താൻ മരിക്കുകയില്ല എന്നുള്ള ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യത്തോടുകൂടെ ഈ മനുഷ്യൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാ. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൽ അവന് അരുളപ്പാടുമുണ്ടായിരുന്നു. കണ്ടോ, ദൈവത്തെ ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ആ കാലഘട്ടത്തിൽ പലരും ഉണ്ടായപ്പോൾ മഹാപുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും അല്ലെങ്കിൽ പരീശന്മാരും നിയമജ്ഞരും സാധുക്യരും ഒക്കെയും ഇങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ, ഇവിടെ ഇതാ ശിമിയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവൻ ഇസ്രായേലിന്റെ ആശ്വാസത്തെ പ്രതീക്ഷിച്ച്, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ച് ആ വൃദ്ധനായ മനുഷ്യൻ പ്രത്യാശയോട് കൂടി ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുകയാണ്, ഈ മശിഹയെ കണ്ടിട്ടേ നീ മരിക്കുകയുള്ളൂ. എത്രയോ വലിയൊരു വാഗ്ദത്തം ആ മനുഷ്യന് പരിശുദ്ധാത്മാവിൽ കൊടുത്തത്. എന്റെ ഹൃദയത്തിലും ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. മരണം കാണുന്നതിന് മുൻപേ കർത്താവിന്റെ മധ്യാകാശ വരവിൽ രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് എടുക്കപ്പെടുമെന്നുള്ളൊരു പ്രത്യാശയാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിരിക്കുന്നത്. എത്ര പേർക്ക് അങ്ങനെ ഒരു പ്രത്യാശ നൽകിയിട്ടുണ്ട്? ഞാൻ മരണം കാണുന്നതിന് മുൻപേ എന്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും, ഞാൻ മരണം കാണുന്നതിന് മുൻപേ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തി കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ വലിയ പ്രത്യാശയാണ് ദൈവഹൃദയത്തിൽ തന്നിരിക്കുന്നത്. കർത്താവ് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.